ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫോക്കസ് ഓൺ ജീസസ് വാട്സപ്പ് കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിത്തന്ന വിലയേറപ്പെട്ട ദേവദാസനോടുള്ള സ്നേഹത്തെയും ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. വചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാം ഇന്ന് നോക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഓരോ ഭവനങ്ങൾക്കകത്തായാലും സഭയ്ക്കകത്തായാലും ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം അനേക വാഗ്ദത്തങ്ങളെ കേട്ടിട്ട് അത് പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണ്. അത് നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും കൊണ്ടല്ല, പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുന്നു. ആ ദൈവവചനത്തിൻ്റെ ശക്തി, ആ ദൈവവചനത്തിൻ്റെ ശബ്ദം എല്ലാ കാതുകളിലും ഈ പകൽക്കാലം എത്തട്ടെ. പ്രത്യേകിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നമുക്ക് വാഗ്ദത്തം ഉണ്ടെങ്കിലും നാം ദൈവ ഇഷ്ടം ചെയ്ത് മാത്രമേ നമുക്ക് ഈ വാഗ്ദത്തത്തെ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വചനം തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 2-3 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന്, ദൈവ ഇഷ്ടം നാം ചെയ്യണം, പിന്നെ വാഗ്ദത്തം പ്രാപിക്കണം. ഈ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായൊരു ഘടകമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. അപ്രകാരം ഈ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചാൽ മാത്രമേ നമുക്ക് വാഗ്ദത്തത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നാം അറിയേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ് ദൈവ ഇഷ്ടം? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് എന്താണെന്ന് നാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാളുകളിൽ ജീവിച്ചാൽ മാത്രമേ, പ്രാർത്ഥിച്ചാൽ മാത്രമേ, അതിനുവേണ്ടി പ്രയാസപ്പെട്ടാൽ മാത്രമേ നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. അതിൻ്റെ 16-17 വാക്യങ്ങളിൽ പറയുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ ദൈവ ഇഷ്ടത്തിൽ വരുന്ന ചില ഘടകങ്ങളാണ് നാം എത്ര പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ വചനം സ്പഷ്ടമായി നമ്മോട് ഇടപെടുന്നു. നമുക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നാം കൂടുതലായി ദൈവത്തോട് അടുക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വേണം പിശാച് നമ്മുടെ ജീവിതങ്ങളിൽ പോരാടും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നാം ഈ നാളുകളിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവസന്നിധിയിൽ മാറേണ്ടത് അത്യാവശ്യമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നന്മ വന്നാലും തിന്മ വന്നാലും നാം എന്തൊക്കെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയാലും കർത്താവെ, അത് ദൈവഹിതമാണെങ്കിൽ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഒരു നല്ല മനസ്സ് ഈ നാളുകളിൽ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ഇപ്രകാരമുള്ള ദൈവ ഇഷ്ടങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വേദപുസ്തകത്തിൽ ഹന്നയെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയാത്തൊരു വ്യക്തിയല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വ്യക്തിയാണ് ഹന്ന എന്ന് പറയുന്നത്. 1 ശമൂവേൽ 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുന്നു: യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. ഹന്ന വളരെയധികം ദുർഘടമായ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ 6-7 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു തലമുറയ്ക്ക് വേണ്ടി ഹന്ന ദൈവസന്നിധിയിൽ കരയുന്നതും ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ ഒരു വിഷയത്തെ ഹന്ന എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു വിഷയം, തലമുറയില്ലാത്തൊരു വിഷയം ഹന്നയുടെ ജീവിതത്തിൽ മറ്റുള്ള എന്തെല്ലാം സമ്പത്തുകളോ എന്തെല്ലാം ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന നന്മകളൊക്കെ ഉണ്ടെങ്കിലും ഹന്നയ്ക്ക് ആവശ്യം അതൊന്നുമല്ല. ആ വാഗ്ദത്ത സന്തതിയെ കാണുക എന്നുള്ളത് മാത്രമാണ് ഹന്നയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഹന്ന അനുഭവിച്ച മാനസികമായ വേദന, പെനീന എന്ന സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകൾ, ഒരുപക്ഷെ
ഒരുപക്ഷെ ഹന്നയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഹന്ന ദൈവസന്നിധിയിൽ തളർന്നില്ല. കരയുവാനായിട്ട് ഹന്ന സമയം കണ്ടെത്തിയിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഹന്ന സമയം കണ്ടെത്തിയിരുന്നു. തൻ്റെ വിഷമത്തെ സ്വർഗത്തിലെ ദൈവത്തോട് അറിയിക്കുവാനായിട്ട് ഹന്ന മറന്നില്ല. അതിൻ്റെ ആ ഹന്ന കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനുമുള്ള മറുപടി എന്താണെന്ന് അറിയണോ? 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. 1-ാം അധ്യായത്തിൽ കരഞ്ഞും വിലപിച്ചും ഹൃദയ നുറുക്കത്തോടെ ആയിരുന്ന ഹന്ന ദൈവസന്നിധിയിൽ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷിച്ചും ഇടപെടാതെ പ്രാർത്ഥിച്ചും എല്ലാവറ്റിനും സ്തോത്രം ചെയ്തതുകൊണ്ട് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഒരു സമയത്ത് ദുഃഖം അനുഭവിച്ചെങ്കിൽ ഒരു തലമുറയെ പ്രാപിച്ചുകൊണ്ട് ഹന്നയുടെ ഹൃദയം ആനന്ദിക്കുവാനായിട്ട് തുടങ്ങി. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെ നാമും കടന്നു പോകണം. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയത്ത് നാം പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കരയണം എന്ന് നമുക്ക് തോന്നുന്നു, ആ സമയത്ത് നാം കരയണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അതുപോലെ നമുക്ക് നാം അറിയേണ്ട ഒരു വിഷയമാണ് സഹിഷ്ണുത എന്താണെന്നുള്ളത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്രകാരം ദൈവം നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും തന്നിട്ടില്ല എന്ന് വചനത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് സഹിപ്പാൻ കഴിയുന്നത് മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയുള്ളൂ. സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. ചില ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോയാലും ദൈവം നമുക്ക് സകലത്തിനും സഹിക്കാനുള്ളൊരു ശക്തി തന്ന് ഈ നാളുകളിൽ വാഗ്ദത്തത്തിലേക്ക് എത്തിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമെന്ന് ഓരോ ഉള്ളങ്ങളെയും ഉറപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതം ദൈവം എല്ലാവർക്കും അനുഗ്രഹമാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും ഞാൻ നിർത്തുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.